ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിൽ തുടരുകയാണ്. SFIയുടെ വലിയ പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. പിള്ളേരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അനൂപ് കാലിക്കറ്റിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനൂപ്. ഗുഡ് മോർണിംഗ് മനു. ശരത്. അനൂപ്, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇന്നും ഗവർണർ പുറത്തെന്തൊക്കെയോ പരിപാടികൾക്ക് പോകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. SFIയുടെ പ്രതിഷേധം ഇന്നും തുടരുക തന്നെയാണോ? SFIയുടെ പ്രതിഷേധം, വിദ്യാർത്ഥി പ്രതിഷേധം ഇന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് നടന്ന വലിയ ശക്തമായ പ്രതിഷേധം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായിരുന്നു. ഇവിടെ ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ താമസിക്കുന്നത്. അവിടെ അദ്ദേഹം എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അവരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കി, അവരെല്ലാം കരുതൽ തടങ്കലാണ്. ഇന്നലെ 7:30 യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണർ എത്തുമ്പോഴും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ടായി. തിരുവനന്തപുരത്ത് തുടങ്ങിയ പ്രതിഷേധമാണ് ഈ സെനറ്റുകളിലേക്ക് VCയുടെ നാമനിർദ്ദേശങ്ങൾ തള്ളി ഗവർണർ സംഘപരിവാർ അനുകൂലികളെ നിയമിക്കുന്നു എന്നാരോപിച്ചാണ് ഈ വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുന്നത്. അവിടെ തിരുവനന്തപുരത്ത് തന്നെ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ഗവർണർ അധിക്ഷേപിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസവും ഗവർണർ ആവർത്തിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാര്യത്തിലും ഈ സമാന സംഭവങ്ങളുണ്ട്. അതായത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് VC നൽകിയ നാമനിർദ്ദേശം തള്ളി. അത് ആദ്യത്തെ നാമനിർദ്ദേശം തള്ളി, പിന്നീട് രണ്ടാമത് വാങ്ങിച്ചു, അതും തള്ളി. പിന്നീട് 18 പേരുടെ ഒരു നിർദ്ദേശം ഗവർണർ സമർപ്പിച്ചു. അതിൽ 10 പേരും സംഘപരിവാർ അനുകൂലികളാണെന്നാണ് ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടതു സർവീസ് സംഘടനകൾ ഉൾപ്പെടെ കഴിഞ്ഞ ബുധനാഴ്ച യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ അവിടേക്ക് ഈ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെ താമസം അവിടെയൊന്ന് ഗവർണർ നേരത്തെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒഴിവാക്കി യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ്, VIP ഗസ്റ്റ് ഹൗസിൽ താമസിക്കേണ്ട തീരുമാനം തന്നെ ഒരു പ്രകോപനകരമായിരുന്നു. ഏതായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് അതിനിടയാക്കി. വലിയ സുരക്ഷാ സംവിധാനവും മറ്റവിടെ ഒരുക്കേണ്ട ഒരു സാഹചര്യം ഇതുമൂലമുണ്ടായി. ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു വന്നിരുന്നവരെല്ലാം ഒഴിവാക്കി ഗവർണർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇതിനായി പുതുതായി ചെയ്യേണ്ടി വന്നു. ഇത്തരത്തിൽ വലിയൊരു കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലൊരു സമീപനമാണ് ഗവർണർ ഏതായാലും ഇപ്പോൾ സ്വീകരിക്കുന്നത് വേണം പറയാൻ. കാര്യം അതുപോലെയുള്ള ചില സംഗതികളാണ് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസും പരിസരത്തെല്ലാം ഇപ്പോൾ നടക്കുന്നത്. DIG അജിത ബീഗത്തിൻ്റെയും അതോടൊപ്പം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ്റെയും കൊണ്ടോട്ടി DYSPയുടെ നേതൃത്വത്തിലുള്ള 500-600 പേരടങ്ങുന്ന പോലീസ് സംഘം ഈ സ്ഥലത്ത് ഇപ്പോഴുമുണ്ട്. വലിയ വിദ്യാർത്ഥി പ്രതിഷേധം അവർ ഇന്നും അതുമൂലമുള്ള അത്ര പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കോഴിക്കോട് ഒരു ചടങ്ങാണ് ഗവർണർക്ക് പ്രധാനമായും ഉള്ളത്. അതിനുശേഷം നാളെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിലും ഗവർണർ പങ്കെടുക്കുക. ഏതായാലും ഇന്ന് രാത്രിയും ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VIP ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുക. വലിയ പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിലാണ് അദ്ദേഹത്തിന് ഇന്ന് പരിപാടിയുള്ളത്. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ക്യാമ്പസിലോ അല്ലെങ്കിൽ കോഴിക്കോടോ പ്രതിഷേധം ഉണ്ടാവുമെന്ന ഒരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ഇവിടങ്ങളിലെല്ലാം ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കരുതൽ തടങ്കലിലാണ്. ശരി അനൂപ്, ഓക്കെ.